ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്ലെക്സീവ് ആൻഡ് ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന ടോപ്പിക്കാണ്. അതായത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നിരുന്നാൽ തന്നെ എങ്കിൽ കൂടി കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാലോ എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി. അതായത് റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ എല്ലാ എലമെൻറ്റ്സും അവയോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ എലമെൻറ്റ്സും ആ എലമെൻറ്റ്സ് മാത്രമേ റിലേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റൊരു എലമെൻ്റായിട്ട് അതിന് റിലേഷൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് ഐഡിയ കിട്ടും. ഓൾറെഡി +2 സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഇതൊരു ചെറിയ ടോപ്പിക്ക് മാത്രം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. Let us consider an example to understand the difference between the two relations, reflexive and identity. So reflexive ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ എലമെൻറ്റ്സ് ആണ് ലെറ്റ് എ ഈക്വൽ ടു 1, 2, 3, 4. ഈ 4 എലമെൻറ്റ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. ഇനി എ എന്ന് പറയുന്ന സെറ്റിൽ 2 റിലേഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, R1ഉം R2. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇവിടെ R1, R2 എന്ന് പറയുന്ന 2 റിലേഷൻസ് ആണ് ഉള്ളത്. സോ റിലേഷൻ R1 എന്ന് പറയുന്നത് ഇതാണ് 1, 1, 2, 2, 3, 3, 4, 4, 1, 2. അതുപോലെ R2 എന്ന് പറയുന്ന റിലേഷൻ ഇതാണ് 1, 1, 2, 2, 3, 3, 4, 4. അപ്പോൾ ഈ റിലേഷൻ R1ഉം R2 നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് റിഫ്ലെക്സീവ്, ഏതാണ് ഐഡൻറ്റിറ്റി എന്ന് മനസ്സിലായി കാണുമല്ലോ. ഏതായിരിക്കും റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ റിഫ്ലെക്സീവ് റിലേഷൻ R1. റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാമല്ലോ, എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ഓരോ എലമെൻറ്റും അവയോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 1 എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ് എടുത്താൽ 1 റിലേറ്റഡ് ടു 1, ആ ഒരു റിലേഷൻ അവിടെ വന്നിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ട്. 2 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തു, ദെൻ 2, 2 റിലേറ്റഡ് ടു 2, ആ ഒരു റിലേഷനും അവിടെ വന്നിട്ടുണ്ട്. 3 എന്ന് പറയുന്ന തേർഡ് എലമെൻറ്റ് എടുത്തു, 3 റിലേറ്റഡ് ടു 3, അപ്പോൾ തേർഡ് റിലേഷനും അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് എലമെൻ്റ് ആണ് 4 എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ലാസ്റ്റ് എലമെൻറ്റ്. സോ 4, 4, അതായത് 4ഉം 4ഉം അവിടെ റിലേഷനുണ്ട്. മാത്രമല്ല 1 എന്ന് പറയുന്ന എലമെൻറ്റ് 2വിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, 1, 2. അപ്പോൾ ഈ ആദ്യത്തെ ഒരു കേസ് എടുത്താൽ R1 എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. കാരണം എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. R1 ഒരിക്കലും ഐഡൻറ്റിറ്റി റിലേഷൻ ആകുന്നില്ല. കാരണം 1 എന്ന് പറയുന്ന എലമെൻറ്റ് 1നോട് മാത്രമല്ല വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റിനോട് കൂടി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലൊന്നല്ല, റിഫ്ലെക്സ് റിലേഷനാണ്. കാരണം ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി. ഓരോ എലമെൻറ്റും അവയോട് മാത്രമേ റിലേഷൻ പാടുള്ളൂ, വേറൊരു എലമെൻറ്റുമായിട്ട് റിലേഷൻ അവിടെ പാടില്ല. അപ്പോൾ R2 എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ്? 1, 1 റിലേറ്റഡ് ടു 1, 2 റിലേറ്റഡ് ടു 2, 3 റിലേറ്റഡ് ടു 3, 4 റിലേറ്റഡ് ടു 4. ഇവിടെ എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി. ഓരോ എലമെൻറ്റും എല്ലാ എലമെൻറ്റ്സും അവയോട് മാത്രമാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് R1 എന്ന് പറയുന്നത് റിഫ്ലെക്സ് റിലേഷനും R2 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി റിലേഷനുമാണ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? When we look at R1, every element of A is related to itself and also the element 1 is related to a different element too. Hence R1 is reflexive relation. R1 ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. കാരണം 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഒരു ഡിഫറെൻറ്റ് എലമെൻ്റ് ആയിട്ട് കൂടി അവിടെ റിലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ R1 റിഫ്ലെക്സീവ് ആണ്. When we look at R2, every element of A is related to itself and no element of A is related to any different element other than the same element. അതായത് 1നോട് മാത്രം റിലേറ്റഡ് ആണ്, സെയിം എലമെൻറ്റിനോട് മാത്രമാണ് ഇവിടെ റിലേഷൻ അറിഞ്ഞിട്ടുള്ളത്, വേറൊരു ഡിഫറെൻറ്റ് എലമെൻറ്റുമായിട്ട് അവിടെ റിലേഷൻ ഇല്ല. അതുകൊണ്ട് R2 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി റിലേഷനാണ്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.